അട്ടപ്പാടിയിലെ മധുവിനെ ആൾക്കൂട്ടം ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തിയപ്പോൾ അതിനെതിരെ വലിയ പ്രതിഷേധമുയർത്തിയവരാണ് മലയാളികൾ. എന്നാൽ മലയാളികളിൽ നിന്നും അത്രയൊന്നും പ്രതിഷേധമുണ്ടാകാത്ത ഒരു ആൾക്കൂട്ട കൊലപാതകം കൂടി കേരളത്തിൽ നടന്നിരിക്കുന്നു. അതും ഒരു തൊഴിലാളിയുടേത്. മർദ്ദിച്ചവരാകട്ടെ RSS BJP പ്രവർത്തകരുൾപ്പെട്ട സംഘവും. കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് ജില്ലയിലെ വാളയാർ അട്ടപ്പള്ളത്ത് ഛത്തീസ്ഗഡിലെ ബിലാസ്പൂർ സ്വദേശിയായ ഒരു തൊഴിലാളിയെ ആൾക്കൂട്ടം ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ്? ആരാണ് കൊല്ലപ്പെട്ടത്? കേസിൽ ഇതുവരെയുണ്ടായ നടപടികൾ എന്തൊക്കെയാണ്? ഇതെല്ലാം പരിശോധിക്കുകയാണ് ഇന്നത്തെ ജനറൽ ഡയറി. പാലക്കാട് നടന്നത് കേവലം മോഷണക്കുറ്റം ചുമത്തിയുള്ള ആൾക്കൂട്ട കൊലപാതകം മാത്രമല്ല, മറിച്ച് അതൊരു വംശീയ ആക്രമണം തന്നെയാണ്. മർദ്ദിക്കുന്നതിനിടയിൽ ആവർത്തിച്ച് "നീ ബംഗ്ലാദേശി ആണോടാ" എന്ന ആൾക്കൂട്ടത്തിന്റെ ചോദ്യം അർത്ഥമാക്കുന്നത് ഇതൊരു വംശീയ ആക്രമണം തന്നെയാണ് എന്നാണ്. താൻ ബംഗ്ലാദേശി അല്ലെന്നും ബിലാസ്പൂർ സ്വദേശിയാണെന്നും അടിയേറ്റ് അവശനായ വ്യക്തി പറയുന്നുണ്ടെങ്കിലും അതൊന്നും ചെവിക്കൊള്ളാൻ അക്രമികൾ തയ്യാറായിരുന്നില്ല. 2025 ഡിസംബർ 18 രാത്രിയാണ് പാലക്കാട് വാളയാറിനടുത്ത അട്ടപ്പള്ളത്ത് വെച്ച് ഛത്തീസ്ഗഡിലെ ബിലാസ്പൂർ സ്വദേശിയായ രാമനാരായൺ ഭയ്യാർ എന്ന 31 വയസ്സുള്ള തൊഴിലാളി ആൾക്കൂട്ടത്തിന്റെ മർദ്ദനമേറ്റ് കൊല്ലപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ തല മുതൽ കാൽ വരെ ശരീരത്തിലൊട്ടാകെ 40ഓളം മുറിവുകൾ ഉണ്ടായിരുന്നു എന്നാണ്. മുറിവേൽക്കാത്ത ഒരു ഭാഗം പോലും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറയുന്നത്. വടികൊണ്ട് അടിച്ചതിന്റെയും ചവിട്ടിയതിന്റെയും നിലത്തിട്ട് വലിച്ചതിന്റെയും എല്ലാം പാടുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. വാരിയലുകളെല്ലാം തകർന്നിട്ടുണ്ടായിരുന്നു. നട്ടെല്ലും മുടിഞ്ഞിരുന്നു. തലച്ചോറിനേറ്റ ക്ഷതമാണ് മരണത്തിന് കാരണമായതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു. കൊലപ്പെടുത്തുന്നതിന് മുൻപ് മണിക്കൂറുകളോളം രാമനാരായൺ ഭയ്യാറിനെ ആൾക്കൂട്ടം തടഞ്ഞു വെക്കുകയും മർദ്ദിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രദേശത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് രാമനാരായൺ ഭയ്യാറിനെ മർദ്ദനമേറ്റ പ്രദേശത്ത് ആദ്യം കാണുന്നത്. അവർ പിന്നീട് ആൾക്കൂട്ടത്തെ വിളിച്ചു വരുത്തുകയായിരുന്നു. മോഷണക്കുറ്റം ആരോപിച്ചാണ് അദ്ദേഹത്തെ തടഞ്ഞു വെച്ചത്. എന്നാൽ അദ്ദേഹത്തിൽ നിന്ന് ഏതെങ്കിലും മോഷണ വസ്തുക്കൾ കണ്ടെത്താൻ സംഘത്തിന് സാധിച്ചതുമില്ല. പിന്നാലെയാണ് "നീ ബംഗ്ലാദേശി അല്ലേടാ" എന്ന തരത്തിലുള്ള വംശീയ ചോദ്യങ്ങൾ വാളയാറിലെ കൊലയാളി ആൾക്കൂട്ടം അദ്ദേഹത്തോട് ചോദിച്ചത്. താൻ മോഷ്ടിച്ചിട്ടില്ല എന്നും ജീവിക്കാൻ വേണ്ടിയാണ് കേരളത്തിൽ വന്നതെന്നും താൻ ബംഗ്ലാദേശിയല്ല ബിലാസ്പൂർ സ്വദേശിയാണെന്നും കയ്യിൽ ചരട് കെട്ടിയ കാവിത്തുണി ഉടുത്ത അക്രമികളോട് നാരായൺ ഭയ്യാർ കരഞ്ഞു പറയുന്നുണ്ടെങ്കിലും അവരത് ചെവികൊണ്ടില്ല. വീണ്ടും താൻ ബംഗ്ലാദേശി അല്ലേ എന്ന് ചോദിച്ച് അടിക്കുകയാണ് ഉണ്ടായത്. ക്രൂരമായ മർദ്ദനത്തിനിരയായതിനെ തുടർന്ന് രക്തം ഛർദ്ദിച്ച് കുഴഞ്ഞു വീണ നാരായൺ ഭയ്യാറിനെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അപ്പോഴേക്കും അദ്ദേഹം മരണപ്പെട്ടിരുന്നു. മരിച്ചതിനു ശേഷവും അക്രമികൾ അദ്ദേഹത്തെ മർദ്ദിച്ചിട്ടുണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറയുന്നത്. നാരായൺ ഭയ്യാർ പ്രദേശത്തെ ഒരു വീട്ടിൽ മദ്യപിച്ചെത്തി മോഷണം നടത്തിയെന്ന് ആരോപിച്ചാണ് ആൾക്കൂട്ടം മർദ്ദനം തുടങ്ങിയത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ ചെറിയ മാനസിക വെല്ലുവിളികൾ ഉണ്ടായിരുന്ന രാമനാരായണൻ ഭയ്യാർ സംഭവ സമയത്ത് എന്തെങ്കിലും മോഷ്ടിക്കുകയോ മോഷണത്തിലുള്ള ശ്രമം നടത്തുകയോ ചെയ്തിരുന്നില്ല. 2 കുട്ടികളുള്ള അദ്ദേഹം കുടുംബം പുലർത്താൻ വേണ്ടിയാണ് കേരളത്തിലെത്തിയത്. ജീവിതത്തിൽ ഒരിക്കലും മറ്റാരുടെയും ഒരു വസ്തുവും അറിയാതെ പോലും അദ്ദേഹം എടുത്തിട്ടില്ലെന്നാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും പറയുന്നത്. മർദ്ദനം നടത്തിയവർ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് പ്രതികളെ പിടികൂടാൻ സഹായകമായതും ഈ ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങളിൽ അദ്ദേഹത്തെ ആക്രമിച്ച വ്യക്തികളുടെ മുഖം വ്യക്തവുമായിരുന്നു. സംഭവത്തിൽ 10 പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും 5 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അട്ടപ്പള്ളം സ്വദേശികളായ അനുപ്രസാദ്, മുരളി, അനന്തൻ, ബിബിൻ എന്നിവരാണ് റിമാൻഡിലായിരിക്കുന്നത്. ഇവരിൽ 4 പേർ RSS BJP പ്രവർത്തകരാണ്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് SDPI പ്രവർത്തകനായ സുബൈറിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി R ജിനീഷും എത്തിയിരുന്നു. ഇത് ഈ പ്രതികളുടെ രാഷ്ട്രീയ ബന്ധം ഉറപ്പിക്കുന്നതാണ്. റിമാൻഡിലായ മുരളി, അനു എന്നിവർ 15 വർഷം മുൻപ് DYFI CITU പ്രവർത്തകരെ വെട്ടിയ കേസിലും പ്രതികളാണെന്നതും പ്രതികളുടെ രാഷ്ട്രീയ ക്രിമിനൽ പശ്ചാത്തലം വെളിവാക്കുന്നുണ്ട്. സന്ദീപ് വാര്യർ ഉൾപ്പെടെ പ്രതികളുടെ രാഷ്ട്രീയ പശ്ചാത്തലം വെളിപ്പെടുത്തി പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സംഘപരിവാർ ക്രിമിനലുകൾ നടപ്പാക്കിയ പച്ചയായ വർഗീയ കൊലപാതകമാണ് അട്ടപ്പള്ളത്തുണ്ടായത് എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. സംഭവം ഉത്തർപ്രദേശിനെ ഓർമ്മിപ്പിക്കുന്നുവെന്നും പ്രതികളെ രക്ഷപ്പെടുത്താൻ ഇപ്പോൾ തന്നെ BJP RSS നേതാക്കൾ ശ്രമം തുടങ്ങിയിട്ടുണ്ടെന്നും കോൺഗ്രസ് നേതാവായ സന്ദീപ് വാര്യർ പറയുന്നുണ്ട്. വാളയാർ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. കൂടുതൽ പേരെ ഇനിയും അറസ്റ്റ് ചെയ്യുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ കേരള പോലീസ് കൊല്ലപ്പെട്ട തൊഴിലാളിയോടും അദ്ദേഹത്തിന്റെ ബന്ധുക്കളോടും നിരുത്തരവാദപരമായാണ് പെരുമാറിയത് എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്നും മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ച ആംബുലൻസിന്റെ പണം സ്വന്തം കയ്യിൽ നിന്നാണ് കൊടുത്തതെന്ന് രാംനാരായൺ ഭയ്യാറിന്റെ ബന്ധുക്കൾ പറയുന്നുണ്ട്. ഛത്തീസ്ഗഡിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നതിനായി പോലീസ് 25,000 രൂപ ആവശ്യപ്പെട്ടു എന്നും ബന്ധുക്കൾ പറയുന്നു.